ശോചനീയാവസ്ഥയാണ്. ഭയങ്കര സീസൺ ആകുവാണ്. കണ്ടില്ലേ വനം പോലെ കിടക്കുന്നത്. പക്ഷെ എരുമേലിയിൽ വന്നാൽ മൂക്ക് കുത്തണം, മൂക്ക് പിടിക്കണം. ആരും ഇഷ്ടപ്പെടാത്ത പണം, ആരും ഇഷ്ടപ്പെടാത്ത പണം. പക്ഷേ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളാണ് ഇവിടെ മുഴുവനും. ഹായ്, നമസ്കാരം. എരുമേലിയിലെ നാടും നാട്ടുകാരും വിശേഷങ്ങളുടെ പാർട്ട് 2 സ്വാഗതം. കലിയുഗവർദ്ധനായ ശ്രീ ധർമ്മശാസ്താവായ അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയായ ശബരിമലയുടെ കവാടമായ എരുമേലിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വാവൂര് സ്വാമിയുടെയും പേട്ട ധർമ്മശാസ്താവിന്റെയും മുൻപിൽ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇവിടുത്തെ നാടും നാട്ടുകാരുടെയും വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം, ഒപ്പം കുസൃതി ചോദ്യങ്ങളും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. ഇവിടുത്തെ കാഴ്ചകളും കണ്ടുവരാം. വാ കൂട്ടുകാരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ നല്ല ബസ്സുകളൊക്കെ ഇവിടെ നിൽക്കുകയാണ്. മഴയാണ്, മഴ തോർന്നു നിൽക്കുന്ന സമയമാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ, ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെടാം. കൂടാതെ നമ്മള് എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡില് സെറ ബസിന്റെ സാരഥിയും കണ്ടക്ടറുമാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം. ചേട്ടാ പേരെന്ന് പറഞ്ഞേ? ബേബി. ബേബി ചേട്ടൻ കണ്ടക്ടറാണല്ലേ? ആ ബാഗ് പിടിച്ചേക്കുന്നത് കാണുമ്പോൾ പറയാം കണ്ടക്ടറാണെന്നുള്ളത്. ആരും കൊണ്ടുപോയിരിക്കുന്നതാണ്. അപ്പോളേ ഒന്ന് പേര് പറഞ്ഞു. എന്റെ പേര് സിജോ. എന്റെ പേര് സിജോ ചേട്ടനാണ്. അപ്പം നമ്മൾ എരുമേലിയെ കുറിച്ചൊരു 2 വാക്ക് പറഞ്ഞു. എരുമേലിയെ കുറിച്ച്, എരുമേലി കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. കേരളമല്ല, എരുമേലി അറിയാത്ത ആൾക്കാരില്ല. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന സ്ഥലമാണ്. ശുചീകരണം മോശമാണല്ലേ? കോട്ടയം ജില്ലയിലെ ഇത്രയും വൃത്തിയുടെ ഒരു സ്റ്റാൻഡ് വേറെ ഇല്ല. എന്റെ പൊന്നു. പിന്നെ അല്ലാതെ ബാക്കി എല്ലാവരും സൗഹൃദവും നല്ല ആൾക്കാരുമാണ്. എല്ലാം മതസൗഹാർദ്ദത്തിന്റെ നാടാണ്. എല്ലാവരും കുഴപ്പമില്ല. എല്ലാം കുഴപ്പമില്ലാതെ നമുക്ക് വേറൊരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ചേട്ടാ പേരെന്ന് പറഞ്ഞാൽ? എന്റെ പേര് ഹരികൃഷ്ണൻ റാന്നി. ഹരികൃഷ്ണൻ റാന്നിക്കാരനല്ലേ? അപ്പൊ റാന്നിക്കാരനാണ്. ഇവിടെ എന്താ KKMS ബസ്സിലെ എരുമേലി റാന്നി കോഴഞ്ചേരി ബസിന്റെ കണ്ടക്ടറാണ്. എരുമേലിയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞാൽ. എരുമേലി എന്ന് പറയുന്നത് ആദ്യം എരുമകൊല്ലിയായിരുന്നു ആദ്യം അറിയപ്പെടുന്നത്. അതിനുശേഷം പുനർനാമങ്ങളാണ് എരുമേലിയായിരുന്നു. എരുമേലി എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന സ്ഥലമാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന സ്ഥലമാണ്. സർവ്വമത സംഗമ ഭൂമിയാണ്. പക്ഷെ എരുമേലിയിൽ വന്നാൽ മൂക്ക് കുത്തണം, മൂക്ക് പിടിക്കണം. ഇവിടുത്തെ പ്രാണവായു ശ്വസിച്ചാൽ മഹാരോഗങ്ങളെല്ലാം. ഒരു കാര്യം ഞാൻ ചോദിച്ചു, എരുമകൊല്ലി എന്ന് പേര് പറയാൻ കാര്യമല്ല. എരുമകൊല്ലി എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ സ്വാമി അയ്യപ്പൻ പിന്നെ അദ്ദേഹത്തിന്റെ യൗവന സമയത്ത് എരുമേലിയിലുണ്ടാകും. വാവർ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തോടായിരുന്നു. വാവരും അവര് മഹർഷി നിഗ്രഹത്തിന് കഴിഞ്ഞപ്പോഴാണ് എരുമകൊല്ലിയായത്. അപ്പൊ ഈ പിന്നീട് അത് എരുമേലിയായിട്ട് മാറി. ഞാൻ പറഞ്ഞത്, ഇത്രയും മഹാനഗരം, ഒരു പുണ്യനഗരം വൃത്തികെട്ട നഗരമാക്കി മാറ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ പഞ്ചായത്താണ്. പഞ്ചായത്ത് ചെയ്യേണ്ട പണി അവർ ചെയ്തില്ല. ഇവിടുന്ന് ടോൾ പിരിക്കാനും പൈസ മേടിക്കാൻ അവർക്ക് ഭയങ്കര ദീർഘം. പക്ഷെ ഇവിടെ വരുമ്പോൾ ഒന്നും മൂത്രം ഒഴിക്കാൻ പറ്റത്തില്ല. സൗകര്യം പഞ്ചായത്തിന്റെ കൊള്ളയടി നിർത്തുക എന്നുള്ളതാണ്. അപ്പം ഹരികൃഷ്ണൻ ചേട്ടാ, അപ്പം ഒരു 2 ലൈൻ പാട്ടോടെ പാടി നമുക്ക്. അപ്പൊ ഏറ്റവും നല്ല പാട്ടാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. സുഹൃത്തുക്കളെ, നമുക്ക് ഇവിടെ തലമുതിർന്ന ഒരു ചേട്ടനെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ആ പേരെന്ന് പറയാമോ? എന്റെ പേര് രവീന്ദ്രൻ ആശാരി. ഞാനൊരു ചെയർമാനാണ്. വാസ്തു നോട്ടക്കാരനാണ്. അപ്പം എരുമേലി 60 വർഷത്തെ സർവീസ് ഇവിടെ ഉണ്ട്. 60 വർഷത്തെ സർവീസ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ എരുമേലിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഭയങ്കര ശോധനാവസ്ഥയാണ്. പഞ്ചായത്തിൽ വളരെയധികം ഗതികേടാണ് നമുക്കിവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനുവേണ്ടി സജീവമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ ജനകീയ വിവരാശ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. എൻ്റെ സമുദായത്തിൻ്റെ ജില്ലാ ഖജാൻജിയായിട്ട് വരെ ഞാൻ പ്രവർത്തിച്ച ഒരാളാണ്. ഇതിനെപ്പറ്റി ഞാൻ പഞ്ചായത്തിൽ ഒത്തിരി പ്രതിവാദങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുമ്പിലുള്ള ടൗൺ ബേക്കറിയുടെ മുമ്പിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിത് കാണാൻ പോകുന്നത്. ഇവരുടെ ബേക്കറി മുണ്ടക്കയത്ത് നമ്മൾ പോയി കണ്ടിട്ടുള്ളതാണ്. ഇവിടുത്തെ സൂപ്പർ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് പോയി കാണാം. ബാ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ടൗൺ ബേക്കറിക്ക് അകത്ത് നിൽക്കുവാണ്. നോക്കിയേ,
എന്തെല്ലാം സാധനങ്ങളാണ് നോക്കിയേ. നിറയായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന നോക്കിയേ. ഒരു പ്രശ്നം കട്ട്ലേറ്റ് ഉണ്ട്, അടിപൊളി കട്ട്ലേറ്റ് നോക്കിയേ. നെയ്യപ്പം, സാൻഡ്വിച്ച് നോക്കിയേ, പപ്സ്, ഒരു രക്ഷയില്ല കേട്ടോ. എന്നാൽ കാണാൻ തന്നെ നല്ലൊരു രസം. ബോണ്ടായ നോക്കിയേ ഉണ്ട്, വെട്ട് കേക്കുണ്ട്, അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഈനായ അതുപോലെ സുഹൃത്തുക്കളെ കേക്കുകൾ നോക്കിയേ, ലഡു, ജിലേബി നോക്കിയേ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിൻ്റെ രുചി വൈഭവങ്ങളെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ നോക്കി ഈ സ്നാക്സുകൾ കാര്യങ്ങൾ എല്ലാ സാധനങ്ങളുണ്ട് നോക്കി. എല്ലാത്തിൻ്റെ ഒരു നിറഞ്ഞ സംഭവമാണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ടോ, പക്ഷേ ഗുലാം ജാമാണ് ഇരിക്കുന്നത്. ഇതുണ്ടോ, ഇതാണ് ഡ്രൈ മാംഗോ. ഒട്ടു മേളിലാണെങ്കിൽ നമ്മുടെ അരിയുണ്ടയാണ്, അരിയുണ്ട. ഇത് നോക്കിയാൽ ഫ്രൂട്ട് ജെല്ലി ഫ്രൂട്ട്സ് ഐറ്റംസ്, ഈന്തപ്പഴം, പ്രഷർ നോക്കിയാൽ ചമ്മല കളർ കിടക്കുന്നുണ്ട്. സ്ട്രോബെറിയൊക്കെ നല്ല ഡ്രൈ കിവി ഉണ്ട്. കണ്ടോ, മൈസൂർ പാവ്, അതുപോലെ തന്നെ നമ്മുടെ ഹൽവയുടെ തന്നെ വിവിധ ഐറ്റംസുകൾ നമുക്ക് എന്ത് രസമാണ്. അടിപൊളി, നല്ല കാണാൻ തന്നെ നല്ല ലുക്കായിട്ടിരിക്കുന്നുണ്ട്. പീസ് കേക്കുകളുണ്ട്, ജിലേബി ഉണ്ട്. ഇതുണ്ട് പ്രഷർ ഈന്തപ്പഴം തന്നെ വിവിധ തരത്തിലുള്ള ഈന്തപ്പഴങ്ങൾ, ഫോറിൻ മിഠായികളുണ്ട്. ലഡുവിൻ്റെ തന്നെ കണ്ടോ, ലഡുവിൻ്റെ തന്നെ നല്ല വിവിധ കളറിലുള്ള വെറൈറ്റി ലഡുകളാണ് നമുക്കിവിടെ ഉള്ളത്. ഐറിഷ് കേക്ക്, കോക്കനട്ട് കേക്ക് ഉണ്ടോ, നല്ല സ്പോഞ്ച് പോലുള്ള നല്ല സൂപ്പർ കേക്കുകളുണ്ട്. നാക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അലുത്ത് പോകുന്ന ടൈപ്പ് കേക്കുകളൊക്കെയാണ് നമുക്കിവിടെ ഉള്ളത്. ഹലോ, ഹായ്. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്നാണ് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോകുന്നു. ഇവിടെ എന്താ പൊസിഷൻ? മാനേജർ അല്ലേ? അത് ശരി. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു വന്നതാണ്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ടൊന്ന് വിശദമാക്കി തരാമോ? വിശദമാക്കി തരാമല്ലോ. അമ്മ പറഞ്ഞു. ആദ്യം തന്നെ നമ്മളെ കടയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1948 മുതലാണ് നമ്മളിവിടെ കട തുടങ്ങിയിരിക്കുന്നത്. 48 സ്റ്റാർട്ടിംഗ് അല്ല? 48 സ്റ്റാർട്ടിംഗ് ആണ്. ആദ്യം നമ്മൾ തുടങ്ങിയത് മുണ്ടക്കയാണ്. അവിടെ പിന്നെ 2010 നമ്മൾ ആദ്യത്തെ കട ഇവിടെ ഇരുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ? അവിടെ മൂന്നാമത്തെ കടയായിരുന്നു. ടൗൺ ബേക്കറി ഔട്ട്ലെറ്റിന്റെ മൂന്നാമത്തെ കടയായിരുന്നു എരുമേലി. നമുക്ക് മൊത്തം 10 കട എത്തിയിരിക്കുന്നു. അത് ശരി. 10 കടയാണ് നമുക്ക്. മൊത്തം 10 കടയുണ്ട്. മുണ്ടക്കയം, ഏലപ്പാറ, കുട്ടിക്കാനം, പിന്നെ എരുമേലി. ഏലപ്പാറ മൊത്തം അടച്ചു പിടിച്ചേക്കും അല്ലേ? അപ്പൊ നമുക്ക് ഈ ബോർമയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നിങ്ങളെ സ്വന്തമായിട്ടാണ് ഇതെല്ലാം റെഡിയാക്കുന്നത്? എല്ലാം നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് മുണ്ടക്കത്താണ് ബോർമ ഉള്ളത്. അവിടുത്തെ സാധനങ്ങളെല്ലാം വരും. അവിടുന്ന് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നത് അല്ലേ? ഓ, അത് ശരി. മുണ്ടക്കത്ത് മാത്രമുള്ള ബോർമ നമുക്ക് മുണ്ടക്ക നിലവിൽ മുണ്ടക്കത്തേ ഉള്ളൂ ബോർമ. പിന്നെ നമ്മുടെ മറ്റു ഉള്ളിലേക്കുള്ള എരുമേലി, പിന്നെ ഏലപ്പാറ, കുട്ടിക്കാലത്തൊക്കെ അവിടെ പോകണം. മറ്റു സ്ഥലത്ത് മറ്റു ബോർമകളിൽ നമ്മൾ അങ്ങനെ സാധനം എടുക്കാറില്ല. നമ്മുടെ സ്വന്തം സാധനങ്ങളല്ല. അതെ. പ്രഷറെ ടൗൺ ബേക്കറിയുടെ കുറെ ഐറ്റംസുകൾ നമുക്ക് കാണാം. അത് നമ്മുടെ ബോർമെന്ന് വരുന്നതാണ്. കുക്കീസ് എല്ലാം നമ്മുടെ ബോർമെന്ന് ഉണ്ടാക്കുന്നതാണ്. എല്ലാം നമ്മുടെ സ്വന്തം അല്ലേ? എല്ലാം നമ്മുടെ സ്വന്തമാണ്. എല്ലാം നമ്മുടെ ബോർമെന്ന് സ്റ്റീൽ അടിച്ചു വരുന്നതാണ്. അതെ അല്ലേ? നമ്മുടെ കടയിലെ ബ്രാൻഡ് ഐറ്റങ്ങളാണ്. ബ്രാൻഡ് ഐറ്റംസ് നമ്മൾ കൂടുതലും ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ വെളിയിൽ നിന്നുള്ള ഏജൻസിയിൽ നിന്ന് വാങ്ങാറില്ല. ഇല്ല, നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് മേക്ക് ചെയ്യാണ്. ഓക്കെ. പിന്നെ ഇത് പറയുമ്പോൾ ബണ്ണ്, ബ്രെഡ്, റസ്ക്, ഇപ്പോൾ ടൗൺ ബേക്കറി തുടങ്ങിയ തൊട്ടുള്ളതാണ്. പിന്നീട് നമ്മളെ കുക്കീസൊക്കെ നമ്മൾ ഓരോരോ പുതിയ കാലഘട്ടത്തിൽ പുതിയ ബിസ്ക്കറ്റുകളൊക്കെ വരുമല്ലോ. ഇപ്പം ഡ്രീം കേക്ക് വന്നു, അങ്ങനെ ഓരോരോ കേക്കുകൾ വരുമല്ലോ. കുക്കീസ് എന്ന് പറയുമ്പോൾ ടൗൺ ബേക്കറി ആദ്യം തൊട്ട് ഉണ്ടായിരുന്നു. അവരുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ബണ്ണ്, ബ്രെഡ്, റസ്കുകളൊക്കെ തുടങ്ങിയായിരുന്നു. അവിടെ മറ്റു കടകളിലേക്കൊക്കെ കൊടുത്തു. അവിടെയാണ് ടൗൺ ബേക്കറി വിപുലീകരിച്ചെന്ന് പറയാം. ഇതിനെ നമ്മുടെ ബർത്ത്ഡേ കേക്ക്, നമ്മുടെ ക്രിസ്മസിന് ഈ മുണ്ടക്കയം എരുമേലിയുടെ ഏറ്റവും കൂടുതൽ ബർത്ത്ഡേ കേക്ക്സുകളല്ലേ? അതൊക്കെ നമ്മുടെ ബേക്കിംഗ് ആണ് ഇവിടെ. എല്ലാം നമ്മുടെ ബേക്കിംഗ് തന്നെയാണ്. നമുക്ക് പലതരം കേക്കുണ്ട്. ക്യാരറ്റ് കേക്ക് ഉണ്ട്, മാർബിള്, പിന്നെ പ്ലം കേക്ക്, എല്ലാം നമുക്കുണ്ട്. വിവിധതരം കേക്കുകളെല്ലാം ഉണ്ട്. ക്രിസ്മസ് സമയത്തോടെല്ലാം ഉണ്ടല്ലേ? നിരവധി കേക്കുകളുണ്ട്. നമ്മുടെ ക്രിസ്മസ് സമയമാകുമ്പോൾ എരുമേലി മുണ്ടക്കൈ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വളരെ നമ്മുടെ കടയിലുണ്ട്. നമ്മളോട് ഒരു വർഷങ്ങളായി. വർഷങ്ങൾ എന്ന് പറയുമ്പോൾ 1980, 2000 തൊട്ട് എല്ലാവരും വളരെ വിശ്വസിച്ചിരിക്കുന്ന ഒരു കടയാണ് ടൗൺ ബേക്കറി. എല്ലാവരുടെയും വിശ്വാസമുള്ള ഒരു കടയാണ് നമ്മുടെ ടൗൺ ബേക്കറി അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ടൗൺ ബേക്കറിയുടെ കേക്കുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മൾ കാണാൻ പോകണം. നോക്കിയേ, അടിപൊളി. നോക്കിയേ, ഇതെല്ലാം ബർത്ത്ഡേ കേക്കുകളാണ് അവനെ? എല്ലാം ബർത്ത്ഡേ കേക്കുകളല്ലേ? തന്നെ വരുന്നതാണ്. ഇതിന്റെ വെയിറ്റ് കാര്യങ്ങൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് നിലവിൽ ഒരുപാട് 10-30 ഐറ്റം കേക്കുകളുണ്ട്. ഇതിന്റെ പേര് വൈറ്റ് ഫോറസ്റ്റ്. ചെറിയ കേക്കാണ്. ചെറിയ കേക്കുണ്ട്. ഇതിന്റെ വില വരുന്നത് 665. ബ്ലാക്ക് ഫോറസ്റ്റ്. ഇത് 665 നിലവില്. ഇതിന് മുമ്പ് വരെ 750. പിന്നെ ബട്ടർ സ്കോച്ച് സ്പെഷ്യൽ കേക്കാണ്. ഇതിലൊക്കെ നമ്മള് ഈ ഒരു സ്ഥലപരിമിതി പലതരം കേക്കുകളുണ്ട്. ഉൽപ്പന്നം കേക്കുകളുണ്ട്. എല്ലാം നമ്മുടെ ബോർമ ചെയ്ത്. ഓക്കെ, അത് ശരി. പ്രഷറെ, പതിറ്റാണ്ടുകളായിട്ട് ജനങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഒരു കടയാണ് നമ്മുടെ ടൗൺ ബേക്കറി. അപ്പൊ അത് വിശ്വാസം അർപ്പിച്ചേക്കോ ജനങ്ങളല്ലേ? പതിറ്റാണ്ടുകളായിട്ടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്
ടൗൺ ബേക്കറി അല്ലേ? അതെ, 942 നമ്മൾ ആദ്യം നമ്മുടെ കട ഇരുന്നു മുണ്ടക്കത്ത്. ഉടനെ തന്നെ പടിപടിയുടെ ഓരോ കടകൾ വരുന്നു. 2010 ഇവിടെ ഒരു കട ഇരുന്നത്. അന്നത് 3ാമത്തെ കടയായിരുന്നു ടൗൺ ബേക്കറി. ഇന്നത് 10ാമത്തെ കടയായിരുന്നു. മൊത്തം നമുക്ക് 10 കടയുണ്ട്. ഏലപ്പാറ, മുണ്ടക്കയം, എരുമേലി വെച്ച് ഏലപ്പാറ, കുട്ടിക്കാൻ ഓരോ കടകൾ വീതമുണ്ട്. ടൗൺ ബേക്കറി എവിടെ ചെന്നാലും ടൗൺ ബേക്കറി ഉണ്ട്. നോക്കി ആൾക്കാർ ആര്യപ്പള്ളി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിങ്ങൾക്ക് കാണാം ടൗൺ ബേക്കറി. മുണ്ടക്കയത്ത് ഒരുപാട് കാണാം. എവിടെ ചെന്നാലും ടൗൺ ബേക്കറി കാണാം. അതായത് ആൾക്കാർ ഇടിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. കണ്ടോ, നമുക്ക് അതൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. അതുപോലെയാണ് ഇവിടെ തിരക്കാണ് അത്രയ്ക്കും. അപ്പോൾ പ്രഷറെ നമ്മൾ ടൗൺ ബേക്കറിയിൽ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ ഫുഡിന്റെ ഒക്കെ ടേസ്റ്റ് ഒന്ന് പരീക്ഷിക്കണം. അപ്പോൾ പ്രഷറെ നമ്മൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ ബർഗറൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊണ്ടുവാ. നമ്മുടെ ബർഗർ, നമ്മുടെ സാൻഡ്വിച്ച്, അല്ല നമ്മുടെ ബർഗർ സാൻഡ്വിച്ച്. കൂടുതൽ സൂപ്പർ, അടിപൊളി ടേസ്റ്റ് ആട്ടോ. നല്ല സോഫ്റ്റ് ആണ്, ഒന്നും പറയാനില്ല, സൂപ്പർ. സുഹൃത്തുക്കളെ ഇതൊന്ന് ആസ്വദിച്ച് കഴിച്ചിട്ട് ഇതിന്റെ വിവരങ്ങൾ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം. ഓക്കെ, ഹലോ. ടൗൺ ബേക്കറിയിലെ വിശേഷങ്ങളെല്ലാം കണ്ടു. അപ്പൊ എന്താ പേര് പറഞ്ഞല്ലോ? വിനായകി എസ്. ഒരു വെറൈറ്റി പേരാണല്ലോ, അടിപൊളി പേരാണ്. ഒരിടത്ത് കേൾക്കാത്തൊരു പേരാണ്. അപ്പൊ എന്തായാലും ദൈവത്തിന്റെ പേരാ. അപ്പൊ അടിപൊളി സംഭവം, എല്ലാവരും സൂപ്പറായിരിക്കും. ഓക്കെ, താങ്ക്സ്. അപ്പൊ പ്രേക്ഷകരെ, ടൗൺ ബേക്കറിയുടെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇതുവഴി വരുമ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് നമ്മുടെ ടൗൺ ബേക്കറി. ഞാനിവിടെ കയറി കഴിച്ചു, അടിപൊളി ടേസ്റ്റ് ആണ്. അതിലൂടെ കയറി നിങ്ങൾ ഇവിടുത്തെ ടേസ്റ്റുകൾ മനസ്സിലാക്കുക. പുതിയൊരു കാഴ്ചയിലേക്ക് നമുക്ക് പോവാം. സുഹൃത്തുക്കളെ, എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ മുൻവശമാണ് നമ്മളിത്. ഇത് അത്യാവശ്യം നല്ല ക്രൗഡാണ് കേട്ടോ. ധാരാളം ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. നല്ല തിരക്കാണ്. അടുത്ത മാസം ആയി കഴിഞ്ഞാൽ ഇവിടെ സീസണാണ്, അതായത് വൃശ്ചിക മാസം ആരംഭിക്കുവാണ്. ഇപ്പൊ ഇവിടെ ജനപ്രളയമാണ്. നാനാ ജാതി മതസ്ഥരും ദൂരെ നിന്നും ഇവിടെ ശബരിമലയിലേക്ക് പോകാനായിട്ട് ആൾക്കാർ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ് എരുമേലി. ഇവിടുന്നാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അതുപോലെ തന്നെ നോക്കി, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, നമുക്കിവിടെ ഒരു ചേട്ടനെ കിട്ടുന്നുണ്ട്. ചേട്ടാ പേരെന്ന് പറഞ്ഞേ? ഷാജി. എവിടാ താമസിക്കുന്നത്? ഇരുമൂന്നിക്കര എരുമേലി. ഓക്കെ, അപ്പൊ എരുമേലിയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞാൽ കേക്കട്ടെ, ഞങ്ങളുടെ പ്രേക്ഷകരോട്. എരുമേലിയെ കുറിച്ച് പ്രത്യേകിച്ചായിട്ട് പറയട്ടെ, സർവമത പ്രാർത്ഥനയ്ക്കെതിരമായിട്ടും നമ്മുടെ സ്ഥലമാണിത്. സർവമത സൗഹാർദ്ദമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ എരുമേലി. ലോകം അറിയപ്പെടുന്ന സ്ഥലമാണ്. ഞങ്ങളുടെ എരുമേലി ടൗണുമായിട്ട് ബന്ധപ്പെട്ട് വികസനം വളരെ പരിമിതമാണ്. ലോകമെമ്പാടുമുള്ള ആൾക്കാർ വന്നിറങ്ങുന്ന സ്ഥലമാണ് എരുമേലി. അപ്പൊ എരുമേലിയിലെ സൗകര്യം കുറവാണെന്നാണ് ചേട്ടൻ പറയുന്നത് അല്ലേ? അല്ല, തികച്ചും സൗകര്യം കുറവ് തന്നെയാണ്. അതൊരു കുറവാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും നമ്മൾ വിചാരിക്കുന്നു. കൂട്ടുകാരെ, നമുക്ക് ഒരു കുസൃതി ചോദ്യം കൂടെ ചോദിച്ചിട്ട് ചേട്ടനെ വിടാം. പോകാൻ പറയട്ടെ, കണക്ക് വിടുകയില്ല ഞങ്ങളെ. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ, ഉത്തരം പറഞ്ഞാൽ കിടലൊരു സമ്മാനമുണ്ട്. വൈറ്റ് പാട്ട് നല്ല. ആരും ഇഷ്ടപ്പെടാത്ത പണം പറയാവോ? ആർക്ക് വേണം പറയാം, ഒരു സമ്മാനം തരും. അടിപൊളി സമ്മാനമാണ്. ആർക്കും ഇഷ്ടപ്പെടാത്ത പണം. ഇനി പറയല്ലേ ഞാൻ പെൺമണം. തെറ്റാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും എരുമേലി ജംഗ്ഷനിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? എന്ത് രസമല്ലേ ഇവിടുത്തെ നാട്ടുകാരെ കുറിച്ചുള്ള, പിന്നെ അവരുടെ അഭിപ്രായങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടിരിക്കുന്നത്. ഓക്കെ, എന്തെല്ലാം ഷോപ്പുകളാണ്. അടുത്ത മാസം വൃശ്ചിക മാസം ആരംഭിക്കുകയാണ്. ഇവിടെ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ജനപ്രളയം വന്ന് ഇറങ്ങുന്നൊരു സ്ഥലമാണ് നമ്മുടെ എരുമേലി. ഈ എരുമേലിയിൽ നിന്നാണ് നമ്മുടെ ശബരിമലയിലേക്ക് പേട്ട കെട്ടി പോകുന്നത്. പ്രേക്ഷകരെ, അപ്പോൾ നമ്മളിത് എരുമേലി ജംഗ്ഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ലൊരു മഴ പെയ്ത് തോർന്നിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. നമ്മൾ എരുമേലി ജംഗ്ഷനിലെത്തി. ബാബരി പള്ളിയാണ് നിങ്ങൾ കാണുന്നത്. ബാബരി പള്ളിയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ആരോടും. ബാബരി പള്ളിയെ കുറിച്ച് അറിയാത്ത കേരള ജനങ്ങൾക്ക് അറിയാം ബാബരി പള്ളി. അതുപോലെ തന്നെ ബാബരി പള്ളിയുടെ നേരെ എതിർവശത്തുള്ള പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ കുറിച്ചും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്.
സുഹൃത്തുക്കളെ, എരുമേലിയിലുള്ള വൈറ്റ് പാർട്ടിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടാലോ? ബാ. ഹലോ, നമസ്കാരം. ഹലോ സാർ, എന്താ പേര്? എൻ്റെ പേര് ബിജു. ബിജു. എത്ര നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ 15 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. 15 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ ഓണത്തിന്റെ കച്ചവടം തിരക്കും എല്ലാം കഴിഞ്ഞ് ഓണത്തിന്റെ തിരക്കെല്ലാം കഴിഞ്ഞു. നല്ല തിരക്കായിരുന്നു അല്ലേ? അപ്പോ ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത നമ്മുടെ വിശേഷം ദീപാവലി ഓഫർ. ദീപാവലി ഓഫറോ? എന്താ ദീപാവലി ഓഫർ? ദീപാവലി ഓഫർ നമുക്ക് കസ്റ്റമർക്ക് ഗോൾഡ് കോയിൻ ഉണ്ട്, അതോടൊപ്പം പേടയുണ്ട്. ഓ, ഗോൾഡ് കോയിൻ ഉണ്ടല്ലേ? അമ്മയുടെ പേട വരുന്നുണ്ട്. അത് ശരി. നമുക്ക് ഡയറക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഓഫറുകളാണ്. ഡയറക്റ്റ് കസ്റ്റമർ കൊടുക്കാനുള്ളതാണ്. അതുപോലെ ഗോൾഡ് കോയിൻ എങ്ങനെ? ഗോൾഡ് കോയിന്റെ ഇതുണ്ട്. ഗോൾഡ് കോയിൻ നമുക്ക് 0.25 ഗ്രാം ഗോൾഡ് കോയിൻ വരുന്നുണ്ട്, 0.1 ഗ്രാം ഗോൾഡ് കോയിൻ ഉണ്ട്, പിന്നെ മറ്റു ഗിഫ്റ്റുകളും വരുന്നുണ്ട്. അതൊക്കെ അതിന്റെയൊക്കെ എങ്ങനെ? അതെല്ലാം നമുക്ക് നറുക്കെടുപ്പാണ് വരുന്നത്. നറുക്കെടുപ്പിലൂടെ കൊടുക്കുവാണല്ലേ? അപ്പൊ നമ്മുടെ ടിവിയുടെ ഓഫറും കാര്യങ്ങളൊക്കെ എങ്ങനെ? ടിവിയുടെ ഓഫറുകൾ നമുക്ക് 24 മുതൽ 65 വരുന്ന ഇഞ്ച് നമുക്ക് ടി വി അവൈലബിൾ ആണ്. 24 ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 5,900 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 5,900 തൊട്ട് 32 വരുന്നുണ്ട്. 32 നമുക്ക് ഓഫർ വരുന്നത് 7,500 തൊട്ട് 32 വരുന്നുണ്ട്. 1 ഇയർ വാറണ്ടി ഉണ്ട്. പിന്നെ അതിന്റെ വാറണ്ടി കൂടിയത് വരുന്നത് 3 ഇയർ വാറണ്ടി ഉണ്ട്. ഇപ്പൊ നമുക്ക് ഓഫർ ഉണ്ട്. 3 വർഷം വാറണ്ടി വരുന്നുണ്ട്. കമ്പനി ഐറ്റത്തിനൊക്കെ 3 ഇയർ വാറണ്ടി വരുന്നുണ്ട്. സാംസങ്, LG, ഇംബെക്സ്. അതുപോലെ സർവീസ് ചെയ്ത് കൊടുക്കും അല്ലേ? സർവീസിംഗ് ഉണ്ട്. സർവീസിംഗ് നമുക്ക് അത് 43 വരും. 43 ഇഞ്ച്. 43 ഇഞ്ച് ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് 14,900 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഹോം തിയേറ്റർ വരുന്നുണ്ട്. ഹോം തിയേറ്റർ നമുക്ക് പോർട്ടബിൾ സ്പീക്കർ തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. ടവർ ടൈപ്പ് വരുന്നുണ്ട്. ഇത് ഓഫർ വരുന്നതാണോ? ഓഫർ ഉള്ളതാണ്. 50% ഒക്കെ ഓഫർ വരുന്ന മോഡലുകളാണ് നമുക്ക് ഇരിക്കുന്നത്. ഇംബെക്സ് വരുന്നുണ്ട്, LG വരുന്നുണ്ട്, സൗണ്ട് ബാർ ഉണ്ട്. അതുപോലെ തന്നെ ടവർ ടൈപ്പ് സ്പീക്കർ വരുന്നുണ്ട്. ടവർ ടൈപ്പ് ഒക്കെ നമുക്ക് മൈക്കൊക്കെ ഉപയോഗിക്കാവുന്ന ടൈപ്പ് സ്പീക്കറുകൾ വരുന്നുണ്ട്. മൈക്ക് ഉപയോഗിക്കാവുന്ന. വാഷിംഗ് മെഷീന്റെ ഒക്കെ എങ്ങനെ? വാഷിംഗ് മെഷീൻ നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ട്, സെമി ഉണ്ട്, ഫ്രണ്ട് ഓപ്പൺ വരുന്നുണ്ട്. അതിന്റെ കൂടെ ഒന്ന് പറയാം. വാഷിംഗ് മെഷീൻ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 9 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. വാഷിംഗ് മെഷീൻ 9,000 സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്കൊരു 11,900 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് 11,900 തൊട്ട് സ്റ്റാർട്ടിങ്. സുഹൃത്തുക്കളെ, അടിപൊളി ഫ്രിഡ്ജുകളായിരിക്കണം കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിന്റെയൊക്കെ ഒന്ന് പറഞ്ഞേ. സിംഗിൾ ഡോർ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 11,900 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 11,900 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. നല്ല ഡിസൈനൊക്കെ ഉള്ള നല്ല മോഡലുകളാണ് വരുന്നത്. നല്ല രസമാണ്. സിംഗിൾ ഡോറും വരുന്നുണ്ട്. പിന്നെ അതിൽ നമുക്ക് ഡബിൾ ഡോർ വരുന്നുണ്ട്. ഡബിൾ ഡോർ ഉണ്ടല്ലേ? ഡബിൾ ഡോർ എവിടെ ഇരിക്കുന്നു? ഡബിൾ ഡോർ നമുക്ക് അവിടെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഡബിൾ ഡോറിന്റെ ഫ്രിഡ്ജുകൾ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് 232 ലിറ്റർ തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട്. നല്ല അത്യാവശ്യം നല്ല ഇടയുള്ള മോഡലാണ്. ഫോസ്ട്രി ആണ് വരുന്നത്. നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 20 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരും. ഓഫറുള്ള മോഡലുകളായിരിക്കും. ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാവോ? എല്ലാം നല്ല കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഡിസൈനുകളുള്ള മോഡലുകൾ വരുന്നുണ്ട്. ഇതൊക്കെ നല്ല ഡിസൈനുള്ള മോഡലുകൾ വരുന്നുണ്ട്. നല്ല ഇടയുള്ള മോഡലുകളാണ്. പിന്നെ അതുപോലെ ഗ്ലാസ് ഡോർ വരുന്നുണ്ട്. ഇതിന്റെ ഡിസൈനൊക്കെ ഒന്ന് പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അതുപോലെ ഗ്ലാസ് ഡോർ വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട് ഗ്ലാസ് വരുന്ന മോഡലുകൾ വരുന്നുണ്ട്. ഇതൊക്കെ ഗ്ലാസ് വരുന്നത്. പിന്നെ ട്രിപ്പിൾ ഡോർ വരുന്നുണ്ട്. നമുക്ക് വെജിറ്റബിൾ ട്രേ സെപ്പറേറ്റ് കിട്ടുന്ന രീതിയിൽ ട്രിപ്പിൾ ഡോർ വരും. അടിപൊളി സംഭവമുള്ളത്. അടിപൊളി ട്രിപ്പിൾ ഡോർ ഒക്കെ നല്ല മോഡലുകൾ. ഒന്ന് കാണിക്കോ? ഓപ്പൺ ചെയ്ത് നമ്മൾ പ്രേക്ഷകരെ നല്ലപോലെ കണ്ടോ. ഫ്രീസർ, ഫ്രിഡ്ജ്, വെജിറ്റബിൾ ട്രേ സെപ്പറേറ്റ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. നല്ല ഇടയുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉണ്ട് അല്ലേ? അപ്പം ഇത്ര ഐറ്റംസുകളൊക്കെയാണോ നമുക്ക്? ഐറ്റംസ് ആണ് നമുക്ക് എരുമേലി ഷോപ്പിലുള്ളത്. നമുക്ക് വേറൊരു ഷോറൂം ഉണ്ട്. അതവിടെ ഇവിടുന്ന് 4 കിലോമീറ്റർ പോകുമ്പോൾ കുറുവാമൂഴി എന്ന് പറയുന്ന സ്ഥലം. അവിടെ നമുക്ക് നല്ലൊരു ഷോറൂം ഉണ്ട്. അവിടെ വൈഡ് കളക്ഷൻസ് ഉണ്ട്. ഡബിൾ ഡോർ ആണെങ്കിലും കൂടുതലുണ്ട്, സിംഗിൾ ഡോർ ആണെങ്കിലും കൂടുതലുണ്ട്. പിന്നെ വാഷിംഗ് മെഷീൻ ആണെങ്കിലും നമുക്ക് കൂടുതൽ ഇരിപ്പുണ്ട്. LED ആണെങ്കിലും നമുക്ക് ഇതിന് മേലുള്ള മോഡലുകളെല്ലാം അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ സെലക്ഷൻ നമുക്ക് കുറുവാമൂഴിയിലാണ് നമുക്ക് കൂടുതൽ. അവിടെ നമുക്ക് അതുപോലെ തന്നെ സാനിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോറൂമും കൂടെ ഉണ്ട്. സാനിവേഴ്സ്, പെയിന്റ്, അങ്ങനെ ഐറ്റംസ് വലിയ ഷോറൂമാണ്. നമുക്ക് പാർക്കിംഗ് സൗകര്യം ഉണ്ട് അവിടെ. കൂടുതൽ സെലക്ഷൻ അവിടെ ആണ്. എന്നുവെച്ചാൽ ടൗണിൽ എപ്പോഴും നമുക്ക് തിരക്കായതുകൊണ്ട് നമുക്ക് അവിടെ നമുക്ക് കൂടുതൽ വണ്ടി ഇടാനുള്ള സൗകര്യം, പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട് നമുക്ക് അവിടെ കൂടുതലായിട്ട്. അപ്പൊ പ്രേക്ഷകരെ, എരുമേലി വൈറ്റ് പാർട്ടിലെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ബിജു എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തന്നെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ പ്രേക്ഷകരെ, പുതിയ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം.
അപ്പൊ നമുക്ക് ഒരു അണ്ണനെ കണ്ട് നമുക്ക് സംസാരിക്കാം. എരുമേലിയെ കുറിച്ച് 2 വാക്ക് പറയും. ഞാൻ എരുമേലി 5ാമത്തെ തലമുറയാണ്. എൻ്റെ അപ്പൂപ്പന്മാരായിട്ട് വെച്ച പള്ളിയായത്. പഴയ കാലത്ത് പുല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വാർക്കക്കെട്ട് ഉണ്ടാക്കി പള്ളി പണിത്. ബാബരി പള്ളി അല്ലേ? ബാബരി പള്ളി. ബാബരി പള്ളിയെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ആ പള്ളിയുടെ പേര് നേനാര് പള്ളി എന്നാണ്. പക്ഷെ ബാബര് വന്നതിന്റെ പേരിൽ ബാബരി പള്ളിയായി. അത് 1637 എനിക്ക് തോന്നുന്നു എരുമേലി വന്നത്. അന്ന് വന്ന ഞങ്ങളവിടെ. എൻ്റെ അപ്പൂപ്പന്മാരുടെ ഈ പള്ളിയിലെ ഇമാമാ, ചീഫ് ഇമാം. ഇപ്പോഴും എൻ്റെ അപ്പൻ്റെ അനിയനാണ്. മതസൗഹാർദ്ദങ്ങളുടെ നാടാണ്. എരുമേലിയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു കേൾക്കട്ടെ. എരുമേലിയെ സംബന്ധിച്ച് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ വളരെ എല്ലാ ആൾക്കാരുമായിട്ട് ഒരേപോലെ സ്നേഹത്തിൽ കഴിഞ്ഞു കൂടുന്നു. മതസൗഹാർദ്ദത്തിൽ ഈറ്റില്ലോ എരുമേലി ഒരുപാട് നന്ദി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെ നമുക്ക് 2 സഹോദരിമാരെ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ഇവരോട് കുസൃതി ചോദ്യം ചോദിക്കാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരെന്ന് പറയാം. ആശ. എവിടെ ഞങ്ങളെ വെച്ചിച്ചിറക്കാരല്ലേ? അത് ശരി. അപ്പൊ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. ശരി ഉത്തരം പറഞ്ഞാല് വൈറ്റ് മാർക്ക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനങ്ങൾ തരാം കേട്ടോ. ആരും ഇഷ്ടപ്പെടാത്ത പണം 4 ആരോപണം. കറക്റ്റ് ഉത്തരവാണ്. എങ്ങനെ എത്ര പെട്ടെന്ന് മനസ്സിലായി? അതിനകത്ത് തന്നെ ഉണ്ടല്ലോ ആൻസർ ഉണ്ടല്ലേ? അത് ശരി. മോളെ പേരെന്ന് പറയാമോ? ദേവപ്രിയ. ഇത് 2 മക്കളാണോ? സഞ്ജന അല്ലേ? എത്രല്ല പഠിക്കുന്നേ? 8ല്. മോളെത്രല്ല പഠിക്കുന്നേ? +1 അല്ലേ? 8ൽ പഠിക്കുന്ന സഞ്ജനയാണ് ശരി ഉത്തരം പറഞ്ഞത്. അപ്പൊ ഒരു അടിപൊളി സമ്മാനം തരട്ടെ. മോളെവിടെ പഠിക്കുന്നു? ഗവൺമെന്റ് കോളേജ് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ മിടുക്കിയായ സഞ്ജനക്കുട്ടിക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. വൈറ്റ് മാർക്കുള്ള സമ്മാനമാണ്. എന്നാ പിടിച്ചു. ഹാപ്പിയായോ? ഹാപ്പിയായല്ലേ? അപ്പൊ ടാറ്റാ ബൈ ബൈ. കാണാം. ഓക്കെ. അപ്പൊ നമുക്കിവിടെ അച്ഛനെ കണ്ടിട്ടുണ്ട്. പരിചയപ്പെടാം. പേര് പറയാ അച്ഛാ? കൃഷ്ണൻകുട്ടി. ഇവിടുത്തുകാരനാണോ? എരുമേലിക്കാര്. പ്രോപ്പർ എരുമേലി അല്ലേ? പ്രോപ്പർ എരുമേലി. അപ്പൊ എരുമേലിയെ കുറിച്ച് 2 വാക്ക് പറയാൻ അച്ഛന് പറ്റും. പറഞ്ഞോ. തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞു. എരുമേലിക്കാരനാണ്. പുത്തൻവീടെന്ന് പറയുന്ന സത്യസന്ധമായിട്ടും എൻ്റെ കുടുംബമാണ്. എൻ്റെ കമലമ്മ ടീച്ചർ, അതായത് എന്നെ പഠിപ്പിച്ച 1 മുതൽ 5 വരെ എന്നെ പഠിപ്പിച്ച കമലമ്മ ടീച്ചറാണ് പുത്തൻവീട് എന്ന് പറയുന്ന അയ്യപ്പൻ വന്ന് കിടന്ന വീട്. അവിടുത്തെ വല്യമ്മയും വല്യച്ഛനും അതിൻ്റെ മുത്തച്ഛനും മുത്തച്ഛിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നാടാണ് എരുമേലി എന്ന മഹത്തമായ നാട്. അവിടെയാണ് അയ്യപ്പനും ബാബരും വന്നു ചേർന്നത്. സത്യം പറഞ്ഞാൽ അവർ 2 പേരും സ്നേഹ സഹോദരങ്ങളാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എരുമേലിയിലുള്ള പുത്തൻ പുരക്കൽ കൊയർ മാർട്ട് എന്ന ഒരു അടിപൊളി ഷോപ്പിന് മുമ്പിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും നേരിട്ട് കാണാം. ബാ. ഹലോ അണ്ണാ, നമസ്കാരം. എന്നാണ്ട് വിശേഷമൊക്കെ? നല്ല സുഖം തന്നെ. സുഖമായിട്ടിരിക്കുന്നു. എന്താ പേര്? അഷ്റഫ്. എത്ര വർഷമായിട്ട് നമ്മൾ സ്ഥാപനം? 40 വർഷത്തോളമായി. 40 വർഷത്തോളം. എരുമേലിയിലെ ടോപ്പ് കടയാണ് പുത്തൻപുരക്കൽ കൊയർ മാർട്ട്. എരുമേലി ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എരുമേലി എന്ന് പറഞ്ഞാൽ പ്രത്യേകതകളേ ഉള്ളൂ. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും സീസണാണ് മാസമാണ് സീസൺ. അയ്യപ്പന്മാർക്കും ഹോൾസെയിലായിട്ടും ചില്ലറയായിട്ടും എല്ലാം കൊടുക്കുന്ന. അപ്പൊ ഇവിടെ ജനത്തിരക്കായിരിക്കും. അപ്പൊ ഇവിടുത്തെ സീസൺ കച്ചവടത്തിന്റെ എല്ലാ കച്ചവടം എല്ലാം ഉണ്ട്. അപ്പൊ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം കാണാൻ വന്നാണ്. എല്ലാം ഞങ്ങളെ കാണിച്ചേക്കാം. ആയിക്കോട്ടെ. ഓക്കെ. ആരാ കാണിക്കുന്നു? മോനെ വിളിക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. അഷ്റഫിന്റെ മോനല്ലേ? എന്താ പേരെന്താ? അസ്രുദ്ദീൻ. അപ്പൊ ഞങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തന്നേക്കാം. ഓക്കെ, ബാ. അപ്പൊ എല്ലാം ഒന്ന് പരിചയപ്പെടുത്തി പോക്കും ഓരോന്നോരോന്നായിട്ട്. ഇതാണ് മാറ്റിന്റെ സെക്ഷൻ ആണല്ലേ? ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. എല്ലാം അവിടെ കടിക്കി വെച്ചു. മതി. ഇത് ബെഡ് ഐറ്റംസ് എല്ലാ ഐറ്റവും ഉണ്ട്. ബെഡിന്റെ എല്ലാം ഓഫറാണ്. എല്ലാം ഓഫറാണ്. 2400 രൂപയ്ക്ക് ഡബിൾ നമ്മൾ കൊടുക്കുന്നു. 1900 രൂപയ്ക്ക് നമ്മൾ സിംഗിൾ കൊടുക്കുന്നു. പിന്നെ ഓഫറുള്ള മെത്തേഡ് ഉണ്ട്. അതിനോട് 2 ബില്ലും വരുന്നുണ്ട്. എല്ലാ ഐറ്റവും ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് 500 രൂപ വരുന്നുള്ളൂ. 500 രൂപ. 8 ഇഞ്ച് നമുക്ക് 500 നമ്മൾ ഇപ്പോഴത്തെ ഓഫറിന്റെ ഓണത്തിന്റെ ഓഫറാണ്. ഓണത്തിന്റെ ഓഫർ ഇപ്പോഴും ഉണ്ട്. ബെഡിന്റെ എല്ലാം ഇട്ടേക്കുക. അപ്പൊ ഇവിടെ ധാരാളം ഫൈബർ ചെയറുകളുണ്ടല്ലേ? സ്റ്റാൻഡുകള്, സ്റ്റാൻഡ്, അങ്ങനെ ഒരു വീട്ടിലോട്ടുള്ള എല്ലാ സംവിധാനങ്ങളും. വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ടല്ലോ എല്ലാം. അത് ശരി. വാട്ടർ ടാങ്ക് എല്ലാം 5000 വരെയുള്ള എല്ലാ ഐറ്റവും ഉണ്ട്. ഓർഡർ അനുസരിച്ച് കൊടുക്കാനായിരിക്കും. ഓർഡർ അനുസരിച്ച് ഇറക്കി കൊടുക്കുന്നു. 500 പോലെ എല്ലാം ഇരിപ്പുണ്ട്. കയറുകളൊക്കെ ഉണ്ട്. കയറുകടയാണ് നമ്മുടെ പഴയ കയറുകടയായിരുന്നു. കയറുകട സ്റ്റാർട്ടിങ് ആയിരുന്നു അല്ലേ? കാലത്തിനനുസരിച്ച് മാറി ഇവിടം എത്തി. അപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ ബെഡ് വട ഉണ്ട്. പിന്നെ കട്ടിലുകളുണ്ട്. കട്ടിലുകളല്ലേ? ഹോസ്റ്റൽ ബെഡ്. പിന്നെ പില്ലോ. പിന്നെ നമ്മള് പള്ളികൾക്കുള്ള ഇത്
ഓക്കെ, ഇതൊക്കെ പള്ളികൾക്കുള്ള പള്ളിയിലോട്ടുള്ള അല്ലേ? ഇതൊക്കെ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക. അതെ അല്ലേ? വീട്ടിലോട്ട് വേണ്ട എല്ലാവിധ സാധനങ്ങളും നമ്മുടെ പുത്തൻപുരയ്ക്കൽ സ്ക്വയർ മാർട്ടിൽ ലഭ്യമാണ്. നിരവധി സാധനങ്ങളാണ് ഇവിടെ നമ്മുടെ ആവശ്യത്തിന്. ഇത് ഫാമിലേക്കുള്ള പശുമാറ്റുകളാണ്. ഇത് എല്ലാ ഐറ്റം മാറ്റാണ്. ഇത് പശുമാറ്റ് 6x4 സൈസ്. റബ്ബർ മാറ്റ് റെസ്റ്റോറൻറ്റിനുള്ള മാറ്റുകളാണ് ഈ കാണുന്നതൊക്കെ. ഇത് ബ്ലാക്ക് ഷീറ്റ്. ഇത് കൊമ്പക്കാരൻ്റെ പാകളാണ്, വലിയ പായ. ഇതും പശുമാറ്റ്. ഇത് റബ്ബർ കൊട്ട. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടിപൊളി ഷോപ്പാണ്. നമുക്കൊരു വീട്ടിലോട്ട് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. കൊട്ട, അരകല്ല്, തൂമ്പായ്. പക്ഷേ ഇതുണ്ടോ, നല്ല വെട്ടുകത്തികള്, കറിക്കത്തികള്, അതുപോലെ ചട്ടുകമുണ്ട്, അതുപോലെ തന്നെ ഓസ്, മാറ്റുണ്ട്, ഒരു ഡിഷുകള്, മാറ്റുകളുടെയൊക്കെ ഒരു ശേഖരം തന്നെയാണ് നമുക്കിവിടെ. നോക്കിയേ, എല്ലാവിധ ഡിസൈനുള്ളതുണ്ട്. പുല്ലിൻ്റെ ഉള്ള മാറ്റുകള്, അതുപോലെ ചവിട്ടികള്, നെറ്റുകള്, അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ. നോക്കിയേ, പാത്രങ്ങളൊക്കെ വിവിധ തരം പാത്രങ്ങളാണുള്ളത്. സുഹൃത്തുക്കളെ, ഇതുണ്ടോ, പുത്തൻപുരയ്ക്കലെ തന്നെ മറ്റൊരു സ്ഥാപനമാണ്. സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസുകളുടെ ഒരു ഷോറൂമാണിത്. വിവിധ തരം അലുമിനിയം സ്റ്റീൽ പാത്രങ്ങളാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. കുടകളുണ്ട്, അതുപോലെ നിലവിളക്ക്, മറ്റു സാധനങ്ങൾ, ഗ്യാസ് സ്റ്റവ്, ഇതുണ്ടോ, മൺചട്ടികളൊക്കെ, ധാരാളം മൺചട്ടികൾ, സ്റ്റീൽ പാത്രങ്ങൾ, ഇതുണ്ടോ. അതുപോലെ തന്നെ നോക്കിയേ, ചെറിയ പല ചീനപ്പരണികൾ, പിന്നെ പുട്ടുകുടമുണ്ട്. പുട്ടുകുട, അലുമിനിയം പുട്ടുകുട ഉണ്ട്, സ്റ്റീൽ പുട്ടുകുട ഉണ്ട്, ചോദിച്ചു മാത്രം. പക്ഷേ ഒരുപാട് സ്റ്റീൽ പാത്രങ്ങളാണ് നിരത്തി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതുണ്ട്, സ്പൂണുകൾ, കപ്പുകൾ. നമ്മളെ ഇവിടെ ഒരു കസ്റ്റമറെ കിട്ടിയിരിക്കുകയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്ന് പറഞ്ഞു? എൻ്റെ പേര് ഷാനവാസ്. ഷാനവാസ്. ഇവിടെ തന്നെ ഉള്ള ആളാണോ? അവിടുന്ന് ഒരു തോരമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ അകലെയാണല്ലേ? എരുമേലിയെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. എരുമേലി നല്ല വിശേഷം. മതസൗഹാർദ്ദത്തിന്റെ നാടായ എരുമേലി. എല്ലാ മതസ്ഥരും തിങ്ങി പാർക്കുന്ന നല്ല ഏരിയ. സ്നേഹത്തോടെ തിങ്ങി പാർക്കുന്ന. അപ്പൊ ഇവിടുത്തെ സ്ഥാപനത്തെ കുറിച്ചൊരു അഭിപ്രായം? ഇവിടെ നമ്മുടെ എരുമേലി ഉള്ള ആള് തന്നെയാണ് ഈ സ്ഥാപനം നടത്തുന്നത്. എങ്ങനെയുണ്ട്? വില കൂടുതലാണ്? ഇല്ല, ഇവിടെ ന്യായമായിട്ടുള്ള വിലയൊക്കെ ഉള്ളൂ. ന്യായമായിട്ടുള്ള വിലയൊക്കെ ഉള്ളൂ അല്ലേ? അത്യാവശ്യം നമുക്ക് നല്ല കച്ചവടങ്ങളുണ്ട്. നല്ല കച്ചവടമുണ്ട്. നല്ല രീതിയിൽ ഇടപെടുന്ന ആൾക്കാരൊക്കെയാണ്. നമുക്ക് നമ്മുടെ തോതിൽ ലഭിക്കുന്നുണ്ട്. ഓക്കെ, വളരെ താങ്ക് യു. ഓപ്പറേഷൻ ഇതുണ്ട്, സ്റ്റീലിന്റെ ഒക്കെ ഒരു ശേഖരമാണ്. അലുമിനിയം പാത്രമുണ്ട്, അതുപോലെ തന്നെ തവികളുണ്ട്. പക്ഷേ ഗിഫ്റ്റ് ഐറ്റംസുകളാണ് ഈ നിരത്തി വെച്ചേക്കുന്നത്. കണ്ടോ, എല്ലാവിധ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ നമുക്ക് നിറയെ ഇതിനകത്ത് സാധനങ്ങളാട്ടോ. സാധനങ്ങൾ നിറയെ അടുക്കി വെച്ചേക്കുവാണ്. നമുക്ക് ഇങ്ങോട്ടൊന്ന് കടക്കാൻ പോലും പറ്റാത്ത. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കലമുണ്ട്, ചെരുവങ്ങളുണ്ട്. പ്രഷർ ചെയ്തുണ്ട്, തൂക്കുപാത്രങ്ങളാണിത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡുകൾ, പാത്രങ്ങളെ, ഗ്ലാസ്സുകളൊക്കെ നമ്മൾ അടുക്കള ഉപയോഗങ്ങൾക്കുള്ള വിവിധ തരം സ്റ്റാൻഡുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കി, ഇത് മുഴുവനും കണ്ടോ, കലങ്ങള്, ചെരുവങ്ങള്, അതുപോലെ തന്നെ റെയിൻകോട്ടാണ് ഇവിടെ ഇരിക്കുന്നതെല്ലാം. അപ്പോൾ അസുഖത്തിനെ നിങ്ങളുടെ കടയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണിച്ചത് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ പ്രേക്ഷകരെ, ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടല്ലോ. അപ്പം ഒരു അടുക്കളയിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും പുത്തൻപുരയ്ക്കൽ സ്ക്വയർ മാർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. പ്രേക്ഷകരെ, നമുക്കൊരു ഉസ്താദിനെ പരിചയപ്പെടാം. നമസ്കാരമുണ്ട്. എന്താ പേരെന്ന് പറയാമോ? എന്റെ പേര് ആസിഫ് എന്നാണ് പേര്. എരുമേലി തന്നെ അല്ലേ? ഓ, അത് ശരി. അപ്പൊ എരുമേലിയെ കുറിച്ച് ഒരു 2 വാക്ക് പറയാമോ? ഞങ്ങൾ എരുമേലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനേ ഉള്ളൂ. പറയാനേ ഉള്ളൂ. പക്ഷെ ഒരു ശാന്തിയുടെയും സമാധാനത്തിൻ്റെ നാടാണ്. ഓക്കെ.
ഇവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഒന്നുമില്ല. എല്ലാം സൗഹാർദ്ദത്തിന്റെ ഒരു നാളായിരുന്നു. അതെല്ലാവർക്കും അറിയാം. ശബരിമല ആണെങ്കിലും പള്ളി എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ എല്ലാം കൊണ്ടും എരുമേലി ഒരു ശാന്തിയുടെയും സമാധാനത്തിന്റെയും നാടാണ്. നല്ലൊരു നാടാണ്. അപ്പോ ഒരുപാട് നന്ദി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിവിടെ കുറച്ച് ചേച്ചിമാരെ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് അവരോട് കുസൃതി ചോദ്യം ചോദിക്കാം. ഇത്രയും പറഞ്ഞാൽ കിട്ടുന്ന സമ്മാനം നൽകാം. ചേച്ചി പേര് പറഞ്ഞേ. എന്റെ പേര് സിന്ധു. സിന്ധു, എവിടുന്ന് വരുന്നു? കേട്ടില്ല. മറ്റന്നൂർക്കാരാ. ഓക്കെ. അപ്പൊ ഒരു കുസൃതി ചോദ്യമാണ്. അപ്പം എന്താ, ആരും ഇഷ്ടപ്പെടാത്ത പണം, അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിട്ടുന്ന സമ്മാനമുണ്ട്. വൈറ്റ് മാർക്ക് നൽകുന്നതാണ്. ആലോചിച്ചോ? ആരും ഇഷ്ടപ്പെടാത്ത പണം പറയാവോ? പേരെന്ന് പറയാവോ? അന്നമ്മ. അന്നമ്മ. എവിടെ താമസിക്കുന്നു? മണിമല. ആലോചിക്കും. കള്ളപ്പണം അല്ല, തെറ്റാണ്. ഒന്നുകൂടെ പറഞ്ഞാ ആരും ഇഷ്ടപ്പെടാത്ത പണം. പണവോ? അല്ല, തെറ്റാണ്. നമുക്കൊരു ചേട്ടനെ പരിചയപ്പെടാം. എരുമേലിയെ കുറിച്ചാ പറയണ്ടത്. എരുമേലി എന്ന് പറഞ്ഞാൽ വളരെ പ്രായം ചെന്ന, അതായത് ഒരുപാട് കാലത്തെ വാകുല്യമുള്ള ഒരു നാടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങള്, ക്രിസ്ത്യാനികള്, ഹിന്ദുക്കളെല്ലാം ഒരുമയോടെ ജീവിക്കുന്ന ചില ആളുകളുണ്ട്, വർഗീയവാദികൾ. അതിലും ഉണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലും എല്ലാ കൂട്ടത്തിലും ഉണ്ട്. ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ നാടാണ് എന്ന് പറയുന്നു. എല്ലാവരുടെയും മനസ്സില് മറ്റുള്ള ചിന്തകളും ദർശനങ്ങളും ഒക്കെയാണ്. പറച്ചിലേ ഉള്ളൂ. ഇതൊക്കെ ഞങ്ങളെല്ലാം സഹോദരന്മാരായി നിൽക്കുന്നതെല്ലാം. അപ്പൊ ഈ പറച്ചിലേ ഉള്ളൂ. ഒരു അടിയും പിടിയൊക്കെ വരുമ്പോ എല്ലാവർക്കും സ്വന്തമായിട്ട് ജാതി വരും. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് എരുമേലി ബാബര് പള്ളിയുടെയും പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെയും മുൻപിലുള്ള സ്റ്റൈൽ ഫുട്വെയർ ആൻഡ് ബാഗ്സിന്റെ കളക്ഷൻസിന് മുമ്പിലാണ്. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണാം. ബാ. സുഹൃത്തുക്കളെ, ചെരുപ്പുകളുടെയും ബാഗുകളുടെയൊക്കെ ഒരു വമ്പൻ ഷോറൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അടിപൊളി കളക്ഷൻസുകളാണ്. നോക്കിയേ, കൊച്ചു കുട്ടികളുടെ ചെരുപ്പുകൾ മുതൽ ചപ്പൽസ്. ഇതുകൊണ്ട് പ്രേക്ഷകരെ, വാക്കറോടെ വിവിധ തരം ചപ്പൽസുകളാണ് ഈ കിടക്കുന്നത്. ധാരാളം ചപ്പൽസുകളുണ്ട്. ഇതുകൊണ്ട് പ്രേക്ഷകരെ, സ്പാർക്സിന്റെ ഉണ്ട്, VKC, അതുപോലെ ഒഡീഷ്യ, പാരഗൺ, എല്ലാം ബ്രാൻഡഡ് ചെരുപ്പുകളാണ് നമുക്കിവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിയേ, ലേഡീസിന്റെ തന്നെ ചെരുപ്പുകളുടെ ഒരു ശേഖരമാണ് ഇവിടെ. ഓക്കെ, ഈ സൈഡിലെല്ലാം മുഴുവൻ ലേഡീസിന്റെ ഐറ്റംസ് ആണ്. പ്രേക്ഷകരെ, ഞാൻ പറഞ്ഞ പോലെ ബാഗുകളുടെ തന്നെ ഒരു വിവിധ ശേഖരമാണ് ഇവിടെ ഉള്ളത്. കോളേജ് ബാഗ് ഉണ്ട്, ജൂട്ട് ബാഗ് ഉണ്ട്, അതുപോലെ ഓഫീസ് ബാഗ്, പിന്നെ ലേഡീസ് ബാഗുകള്, എല്ലാ ബാഗുകളും ഇവിടെ നമുക്ക് ലഭ്യമാണ്. പ്രേക്ഷകരെ, ഒരു രക്ഷയില്ല കേട്ടോ. ചെരുപ്പിന്റെ തന്നെ കളക്ഷനാണ് ഇവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കിയത്? നിങ്ങൾ നോക്കിയേ, ഇതൊക്കെ എന്ത് രസമാണ് നോക്കിയത്. കാണാൻ തന്നെ എന്താ ഭംഗി. ഒരു രക്ഷയില്ല കേട്ടോ. ചെരുപ്പുകളൊക്കെ നോക്കി, എല്ലാം ഓരോ ചെരുപ്പുകൾ നോക്കിയാലും അതിൻ്റെതായിട്ടൊരു ഭംഗിയുണ്ട്. അടിപൊളി കേട്ടോ. നല്ല കളക്ഷൻസ് ആണ് നമ്മുടെ ഈ ഷോറൂമിലുള്ളത്. ഹലോ, നമസ്കാരം. ഹായ്, നമസ്കാരം. എന്നാണ് വിശേഷം? എന്തായിരിക്കുന്നത്? നല്ല വിശേഷം. എന്താ പേര്? എന്റെ പേര് അഖിൽ. നമ്മുടെ കട സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? ഇപ്പൊ ഒരു മാസമാകുന്നു. ഒരു മാസമാകുന്നു അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ കച്ചവടങ്ങളും കാര്യങ്ങളും? കച്ചവടമൊക്കെ നല്ല രീതിയിൽ പോകുന്നു. ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞ് ഞങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ്. എല്ലാം ഒന്ന് കണ്ടുപോകാൻ വന്നതാണ്. അതെ അതെ. എരുമേലിയിലെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം. എരുമേലിക്കാർക്ക് ഞങ്ങള് ഈ ഓണത്തിന് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ ഈ ഷോപ്പ് അല്ലേ? ഷോപ്പ് തന്നെ. അതുപോലെ തന്നെ വൃശ്ചിക മാസം ആരംഭിക്കാൻ പോവാണ്. സീസൺ ആവുകയാണ്. അയ്യപ്പ സീസൺ ആവുകയാണ്. നല്ല രീതിയിലുള്ള ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു നാടാണ് നമ്മുടെ എരുമേലി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടുപോകാനായിട്ട് ഞങ്ങൾ കയറുകയാണ്. ഞങ്ങളെല്ലാം ഒന്ന് കാണിക്കാവോ? ഓക്കെ, വരൂ. താങ്ക് യു. ഇതാണ് നമ്മുടെ ജെൻസ് സെക്ഷൻ ആരംഭിക്കുന്നത് ഇവിടെ തൊട്ടാണ്. ജെൻസ് സെക്ഷൻ ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത് അല്ലേ? എല്ലാ കമ്പനികളുടെയും സ്റ്റോക്ക് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. കമ്പനികളെല്ലാം ബ്രാൻഡ് ഐറ്റം നമുക്കുള്ളത്. എല്ലാം ബ്രാൻഡഡ് ഐറ്റവും നമ്മളുണ്ട്. ഇവിടെ ഇല്ലാത്ത ഐറ്റം നമ്മൾ എത്തിച്ചാണെങ്കിലും നൽകുന്നതാണ്. ഒരു ജസ്റ്റ് 1 ഡേ താമസമുള്ളൂ. നമ്മൾ ഏത് ഐറ്റം വേണേലും നമ്മൾ എടുത്തു കൊടുക്കുന്നതാണ്. അത്യാവശ്യം നല്ല എല്ലാ സാധനങ്ങളും തിരക്കാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ ലേഡീസ് ഐറ്റംസ് ആണ് ഇവിടെ. ലേഡീസ് ബാഗുകൾ, പിന്നെ ട്രാവലിംഗ് ബാഗ്, ഓഫീസ് ബാഗ്, സൈഡ് ബാഗുകള്, പിള്ളേരുടെ ബാഗുകള്, ശേഖരണമുണ്ട്. പിന്നെ ഇവിടെ വരുന്ന സ്ലിപ്പേഴ്സ്, പിള്ളേരുടെ സ്ലിപ്പർ ഐറ്റംസ് ആണ് അവിടെ സൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ പലതരം ടൈപ്പിലുള്ള ഷൂകളാണ്. സ്പാറ്റ്സിന്റെ ഉണ്ട്, ബാറ്റയുടെ ഉണ്ട്, പിന്നെ ലെതർ ടൈപ്പ് ഷൂ ഉണ്ട്, ഹാഫ് ഷൂസ് ഉണ്ട്, ടൈപ്പ് എല്ലാ ടൈപ്പിലുള്ള ഷൂ അവൈലബിൾ.
ഷൂകളായിരിക്കും. അതെ ഇതെങ്ങനെ വെള്ളത്തിൽ വാട്ടർ കുഴപ്പമില്ല, എല്ലാം നല്ല ഐറ്റങ്ങളാണ്. എല്ലാം കമ്പനി ഐറ്റം ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ജെന്റ്സിന്റെ ഷൂ ഐറ്റംസ് എല്ലാം ഇവിടെയാണ് വരുന്നത്. അത് ശരി, ഇത് ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. എക്സിക്യൂട്ടീവ് ഷൂസ്, ബാറ്റയുടെ, പാരഗന്റെ ഷൂ, പിന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലേ? എല്ലാ ഐറ്റങ്ങളും അക്വാലൈറ്റിന്റെയും പ്യൂമയുടെയും ന്യൂ ബാലൻസിന്റെ ആയിട്ടുള്ള എല്ലാ ഐറ്റവും, പിന്നെ ബ്രിങ് സ്റ്റോക്ക്, അതുപോലെ തന്നെ ബാറ്റയുടെ സാധനങ്ങൾ, ആൻഡ് കോപ്പി, അതെല്ലാം ഇരിക്കുന്നുണ്ട്. പിന്നെ ക്രോക്സിന്റെ പല തരത്തിലുള്ള മോഡലുകളും ഫ്ലിപ്പിന്റെ പല തരത്തിലുള്ള ഐറ്റങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ. എല്ലാ കമ്പനിയുടെ ഐറ്റംസും കമ്പനിയുടെ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്ത് വേണമെങ്കിലും എരുമേലിക്കാർക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. എരുമേലിക്കാർക്ക് ആവശ്യമുള്ളത് നമ്മൾ എത്തിച്ചുള്ളത് നമ്മുടെ ഇല്ലെങ്കിൽ. ഇതുണ്ട് പ്രേക്ഷകരെ, ലേഡീസിന് തന്നെ ഒരു കളർഫുൾ ഐറ്റം നോക്കി, എന്നാൽ തിളക്കം കണ്ടോ നോക്കി, തിളങ്ങുമോ മൊത്തം ഒരു നോക്കി, ഇതൊക്കെ നോക്കി എന്ത് രസമാണെന്ന് നോക്കി. ഇത് അതുപോലെ തന്നെ ഇത് എന്താ രസമല്ല, എന്ത് രസമാണ് കാണും. ഇതുകൂടെ ഒന്ന് കണ്ടു നോക്കി. ഓഹ് എന്റെ പൊന്നെ, ഒരു രക്ഷയില്ലല്ലേ. ചെരുപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടുത്തുകൊണ്ട് ഓടാൻ തോന്നും. അത്രയ്ക്ക് അടിപൊളി ചെരുപ്പുകളാണ് നമ്മുടെ ഇവിടെ കളക്ഷൻസ് ആയിട്ടുള്ളത്. പ്രഷർ നല്ല അടിപൊളി ക്യാപ്പൊക്കെ ആയിരിക്കും നോക്കി. അഡിഡാസിന്റെ കമ്പനിയുടെയാണ്. അതുപോലെ തന്നെ ബെൽറ്റുകളുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ എരുമേലിയിലുള്ള സ്റ്റൈൽ ഫുട്വെയറിലെ ചെരുപ്പുകളുടെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ഇത് കണ്ടിട്ട് നിങ്ങൾക്കും ചെരുപ്പ് വാങ്ങാൻ തോന്നില്ലേ? അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ചെരുപ്പുകൾ നിങ്ങൾക്ക് വാങ്ങാം. അടുത്ത പുതിയ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്തുള്ള അതിപ്രസക്തമായ കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്ന മൈക്രോ സിസ്റ്റം കമ്പ്യൂട്ടർ സെയിൽ ആൻഡ് സർവീസിന്റെ മുൻപിലാണ്. ഇവിടെ CCTV ഇൻസ്റ്റാളേഷനും ഉണ്ട്. ഇവിടുത്തെ വിവരങ്ങളും വിശേഷങ്ങളും നമുക്ക് അകത്തു പോയി കാണാം. ബാ. ഹലോ സാർ, നമസ്കാരം. 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 ഈ എരുമേലിലെ തന്നെ ടോപ്പായ കമ്പ്യൂട്ടർ ആൻഡ് സെയിൽസ് സർവീസ് ആണെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. താങ്ക് യു. ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ ഒന്ന് സാർ പറയാമോ? സർവീസിനെ പറ്റി പറയാൻ നമ്മളിവിടെ കൂടുതലായിട്ടും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പുകൾ, പിന്നെ CCTVയുടെ സർവീസാണ് നമ്മൾ. സർവീസും സെയിൽസുമാണ് ഏറ്റവും പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാനിത് 25ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. 25 വർഷമാണ്. എരുമേലിൽ തന്നെ ഇപ്പം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് അടുത്തായതുകൊണ്ട് ആൾക്കാർക്ക് വരാനൊക്കെ വളരെ സൗകര്യം. വളരെ സൗകര്യം എന്നുള്ള നിലയിലാണ് നമ്മൾ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത ഒരു പൊസിഷൻ തന്നെ സെലക്ട് ചെയ്തത്. ആദ്യം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തോട്ട് മാറിയായിരുന്നു, കവലയിലായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം 17 വർഷമായി. 25ാമത്തെ വർഷത്തിലേക്ക് കടന്നു. 24 പൂർത്തിയായി. 25ലേക്ക് കടക്കുകയാണ്. IT-യുടെ ഓരോ മേഖലകളിലെ ആദ്യം ഡെസ്ക്ടോപ്പുകൾക്കായിരുന്നു ഏറ്റവും ഡിമാൻഡ് പ്രിയപ്പെട്ടത്. അതിൽ നിന്ന് നമ്മൾ അടുത്ത ഒരു ജനറേഷൻ വന്നപ്പോഴത്തേക്ക് അത് ലാപ്ടോപ്പുകളിലേക്ക്. ഇപ്പൊ ലാപ്ടോപ്പുകൾ മാറി. ഇപ്പൊ CCTV, മൊബൈൽ ഫോൺ, അങ്ങനെ ടെക്നോളജി അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിനൊപ്പം നമ്മളും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. പ്രേക്ഷകരെ, എരുമേലിലെ തന്നെ ഏറ്റവും ടോപ്പായ കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് ആണ് നമ്മുടെ മൈക്രോ സിസ്റ്റംസ്. അപ്പൊ എരുമേലിലുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഒരുവിധ എല്ലാ കാര്യങ്ങളും സർവീസിംഗും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലെ സാറേ? സർവീസുകൾ, ചിപ്പ് ലെവൽ സർവീസ് മുതലുള്ള സർവീസുകൾ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ലാപ്ടോപ്പുകൾ ഏതാണ്ട് 15,000-ലധികം കസ്റ്റമേഴ്സ് ഉണ്ട്. ഉണ്ട്. അപ്പം വർഷങ്ങളായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവരൊരു റൊട്ടേഷൻ അനുസരിച്ച് ചിലപ്പം പലപ്പോഴും നമ്മളോർക്കും ഇവരൊക്കെ നമ്മളെ വിട്ടുപോയെന്ന്. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു 22 വർഷം മുമ്പ് നമ്മുടെ സാധനം വാങ്ങിയ ആള് ആ വാങ്ങിയ സാധനം കൊണ്ട് വന്നിരുന്നു. സർവീസിംഗിന്റെ ഏറ്റവും വലിയൊരു ഗുണമാണ്. അതെ. അപ്പൊ അപ്പോഴും അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കമ്പ്യൂട്ടർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അത് നന്നാക്കി കൊടുത്തു വിട്ടു. അപ്പൊ അദ്ദേഹത്തിന് അത് മാറാൻ, ചിലർക്ക് ഈ പഴയ സാധനങ്ങളൊന്നും കളയാൻ ഇഷ്ടപ്പെടാതെ അവരത് ഉപയോഗിക്കുന്നുണ്ട്. 22 വർഷത്തിന് മുമ്പുള്ള കസ്റ്റമർ നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്ക് CCTVയുടെ
ഇല്ല ഇവിടെ CCTV വർക്ക് ഉണ്ട്. പോയി ചെയ്തോടെ സൈറ്റിൽ പോയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ പിന്നെ സാധനങ്ങളുടെയും ആക്സസറീസ് നമുക്കുണ്ട്. ആക്സസറീസ് ഉണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമബിൾ ഐറ്റംസ് ആയിട്ടുള്ള മൗസ്, കീബോർഡ്, സ്പീക്കർ, പിന്നെ നമുക്ക് ഇതിനോട് അനുബന്ധിച്ച് വേണ്ടുന്ന ഇങ്കുകള്, ടോണറുകള്, പിന്നെ ചെറിയ ചെറിയ എല്ലാവിധമായ പാർട്സുകളും നമ്മൾ സെയിൽ ചെയ്യുന്നു. എല്ലാ ഐറ്റംസും ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്നു. ഈ ആക്സസറീസുകളും സാധനങ്ങളും നമ്മൾ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് സാധനങ്ങൾ കൊടുക്കാനാണ് ഞാൻ തുടർന്ന് ഉദ്ദേശിച്ചിട്ടുള്ളതും. അത് അങ്ങനെയാണ് അനുവർത്തിച്ച് വരുന്നത്. തുടങ്ങിയ കാലം മുതൽ വില ഒരു പ്രശ്നമായിട്ട് ഞാൻ നോക്കാറില്ലായിരുന്നു. കസ്റ്റമർ 1-2 പേര് വിലയുടെ പേരിൽ പോയാൽ പോലും നമ്മൾ കൊടുക്കുന്ന സാധനം ക്വാളിറ്റിയുള്ള സാധനം, ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കും. കാരണം നമ്മളൊരു പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു കുറഞ്ഞ ബ്രാൻഡ് കൊടുക്കുമ്പോൾ കസ്റ്റമർക്ക് പെട്ടെന്ന് ഈ സാധനം 1 വർഷം അല്ലെങ്കിൽ വാറണ്ടി പീരീഡ് കഴിയുമ്പോൾ ഇതിന് ഡാമേജ് വന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് സെയിൽ കുറഞ്ഞാൽ പോലും ക്വാളിറ്റി നമ്മൾ കുറയ്ക്കത്തില്ലായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ 22 വർഷമായ സാധനങ്ങൾ പോലും നിൽക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഇവിടുന്ന് കൊടുത്ത ലാപ്ടോപ്പ് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടി ഇവിടുന്ന് പോയിട്ട് അവർ താമസിക്കുന്നത് കുമ്പളേക്ക് വണ്ടമേടിനപ്പുറം. പക്ഷെ സർവീസ് ചെയ്യാൻ ഇവിടെ വരുന്നത് 2012 കൊടുത്ത തോഷിബായുടെ ലാപ്ടോപ്പ് ഈ സർവീസ് ചെയ്യാൻ ഇപ്പോഴും ഇവിടെ വരുന്നത്. അപ്പം അവർക്ക് നമ്മുടെ സർവീസിലുള്ള ഒരു വിശ്വാസമുണ്ട്. നമ്മൾ കൊടുത്ത പ്രോഡക്റ്റിലുള്ള വ്യത്യാസമുണ്ട്. ഒരേ കമ്പനിയുടെ തന്നെ ലാപ്ടോപ്പുകളായാലും ഡെസ്ക്ടോപ്പുകളായാലും അതിന് എൻട്രി ലെവൽ തൊട്ട് ഹയർ ലെവൽ വരെ ഉണ്ട്. നമ്മൾ അതിനകത്ത് സെലക്ട് ചെയ്തിട്ട് ഈ കുറഞ്ഞ മോഡലുകളെ എല്ലാം മാറ്റിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രം സെയിൽ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ വളരെ അപൂർവമായിട്ട് ചില ആളുകൾ ഇന്നത് വേണമെന്ന് അവരുടെ ബഡ്ജറ്റും കൂടെ നോക്കും. അത് ചില കൊടുക്കും. പക്ഷെ അവരോട് നമ്മൾ പറഞ്ഞു ബോധ്യപ്പെടുത്തും ഇതിന് ഇന്ന ന്യൂനതകളുണ്ട്. ബ്രാൻഡിന്റെ പേരല്ല, മോഡലിനാണ് കാര്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ വലിയ പരസ്യങ്ങളൊന്നും ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാ പരസ്യങ്ങളും നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ. കസ്റ്റമേഴ്സാണ് നമ്മുടെ ഏറ്റവും വലിയ കസ്റ്റമേഴ്സാണ്. ഒരു കസ്റ്റമർ അടുത്ത കസ്റ്റമറോട് ആളോട് പറഞ്ഞിട്ടാണ് ആളുകൾ വരുന്നത്. ഇന്നലെയും ഇന്നും ഒക്കെ എനിക്ക് വന്ന കോളുകളൊക്കെ മറ്റൊരു കസ്റ്റമർ സജസ്റ്റ് ചെയ്തിട്ട് വന്നില്ല. CCTV ഒക്കെ വർക്കിന് അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റും കൊടുക്കാറില്ല. വർക്കും നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ പരസ്യം. അപ്പൊ സാറേ ഇവിടെ സർവീസിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. എന്റെ ആശംസകള്. അതുപോലെ തന്നെ സാറിനെ പരിചയപ്പെടാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് സാറിനെ നേരിട്ട് പരിചയപ്പെടാൻ നമുക്ക് സമയം കിട്ടിയത്. എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും കാണാം. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എരുമേലി KSRTC ബസ് സ്റ്റാൻഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡും പരിസരങ്ങളൊക്കെയാണ്. നോക്കിയേ, ഇവിടുത്തെ വലിയ അമ്പലമാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ചെറിയൊരു പുഴ ഒഴുകുന്നതാണ് കാണുന്നത്. ഇവിടെയൊക്കെ കാട് പിടിച്ച് അലങ്കോലമായിട്ട് കിടക്കുവാണ്. വൃശ്ചിക മാസം ആകുവാണ്. അപ്പോൾ സീസൺ ആകുവാണ്. ഇവിടെ നോക്കി, ഇതാണ് KSRTC ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. കണ്ടോ, ഇതാണ് എരുമേലി KSRTC ബസ് സ്റ്റാൻഡും പരിസരങ്ങളാണ് നമ്മൾ കാണുന്നത്. വൃശ്ചിക മാസം ആകുമ്പോൾ ജനപ്രളയങ്ങൾ വന്ന് ഇറങ്ങുന്ന നമ്മുടെ ഈ എരുമേലിയിൽ നോക്കിയേ, വളരെ ശോചനീയമായിട്ടാണ് ഇവിടുത്തെ അവസ്ഥ നമ്മൾ കാണുന്നത്. കാടും പടലും കയറി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നോക്കിയേ, കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളാണ് ഇവിടെ മുഴുവനും. ഇതാണ് ഇവിടുത്തെ നാട്ടുകാർ നമ്മളോട് പ്രത്യേകം പറഞ്ഞത്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ കണ്ടോ. വൃശ്ചിക മാസമാണ്. നിങ്ങൾ കണ്ടോ, മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു വണ്ടി മര്യാദയ്ക്ക് നമുക്ക് ഓടിക്കാൻ പോലും പറ്റാത്ത റോഡുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഇവിടുന്ന് ഒരു ഓട്ടോ ചേട്ടനെ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് എരുമേലിലെ വിശേഷങ്ങൾ ആ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ പേരെന്ന് പറഞ്ഞേ? എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. എവിടെ വണ്ടി ഓടിക്കുന്നത്? കവലയ്ക്ക്. എരുമേലി ജംഗ്ഷൻ തന്നെയാണോ? എവിടെ താമസിക്കുന്നത്? സ്കൂളിന്റെ അടുത്ത്. എന്നാ അവര് ആലോചിക്കുന്നേ? സ്കൂളിന്റെ അടുത്ത് ആലോചിക്കുക. അപ്പൊ എരുമേലിയെ കുറിച്ച് 2 വിഷയങ്ങൾ പറഞ്ഞാൽ കേൾക്കട്ടെ. ഞാൻ പ്രേക്ഷകർക്ക് അറിയട്ടെ എരുമേലിയെ കുറിച്ച്. എരുമേലിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ റോഡുകളൊക്കെ കണ്ടില്ലേ, കുണ്ടും കുഴിയായിട്ട് അപ്പടി കിടക്കുന്നു. ശോചനീയാവസ്ഥയാണ്. ഭയങ്കര സീസൺ ആകുവാണ്. കണ്ടില്ലേ, വനം പോലെ കിടക്കുന്നു. പൂങ്കാവനം, വൃശ്ചിക മാസം ആകുവാണ്. പൂങ്കാവനം കണ്ടില്ല, അങ്ങോട്ട് നോക്ക്, ടൈലുമായി കിടക്കുന്നുണ്ടോ. അപ്പം നമ്മുടെ അഭിപ്രായം പറയാൻ നമുക്ക് നല്ല അഭിപ്രായം പറയാൻ ഇല്ല. അപ്പം പരിസരം കണ്ടില്ലേ, ക്ഷേത്രത്തിന്റെ പരിസരം കണ്ടോ, അങ്ങോട്ട് വളരെ ശോചനീയം അല്ലേ. നമ്മളിപ്പോൾ പോകുന്നത് വലിയമ്പലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് വലിയമ്പലം, എരുമേലി വലിയമ്പലം. പ്രേക്ഷകരെ, എരുമേലി വലിയമ്പലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ ഇവിടുന്നാണ് പേട്ട തുള്ളുന്നത്. ഇവിടുന്നാണ്
കൊച്ചമ്പലത്തിൽ നിന്നും വലിയ അമ്പലത്തിലോട്ടാണ് എരുമേലി പേട്ട തുള്ളി വരുന്നത് നമ്മൾ കാണാനുള്ള. അടുത്ത വൃശ്ചിക മാസത്തിലാണ് നമ്മൾ ശബരിമലയിൽ നട തുറക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 6 മണിയോളമായി, ഇരുട്ടായി. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് വലിയമ്പലത്തിന്റെ മുമ്പിലാണ്. എരുമേലി വലിയമ്പലത്തിന് മുമ്പിൽ കൊച്ചമ്പലത്തിൽ നിന്ന് പേട്ട കെട്ടി ഇങ്ങോട്ടാണ് ആൾക്കാർ പേട്ട തുള്ളി വരുന്നത്. നമുക്ക് അകത്ത് കയറി ഇവിടുത്തെ ചെറിയ കാഴ്ചകളൊന്ന് കാണാം. രാത്രിയായി, അപ്പോൾ പറ്റുന്ന പോലെ നമുക്ക് കാണാം. പ്രേക്ഷകരെ, വലിയമ്പലത്തിന്റെ മുമ്പിലാണ് എത്തി നമ്മളിപ്പോൾ. ഇതാണ് അകത്തോട്ട് കയറാനുള്ള നമ്മുടെ വഴിയാണ്. ദീപാരാധനയുടെ സമയമാണ്. ദീപാരാധന നടക്കുവാണ് അകത്ത്. ഇന്ന് മുഴുവനും വിളക്കുകൾ കത്തിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അമ്പലത്തില്. പ്രേക്ഷകരെ, അയ്യപ്പസ്വാമിയുടെ പുണ്യഭൂമിയിലാണ് നിൽക്കുന്നത്. പുലിയെ കണ്ടോ പ്രേക്ഷകരെ? ഇത് കണ്ടോ? പുണ്യ നദിയായ പമ്പയിലേക്ക് വസ്ത്രങ്ങളും മാലിന്യങ്ങളും ഒന്നും തള്ളുന്നതിനെ കുറിച്ച് ഇവിടെ ചെയ്യരുതെന്നുള്ളതാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഷയിലും എഴുതിയിട്ടുണ്ട്. നവരാത്രി പൂജയുടെ ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഒന്ന് പറഞ്ഞ അമ്മേ, പേരൊന്ന് പറയാമോ? പേര് ശ്രീകല. ഇവിടെ തന്നെയാണോ? എരുമേലി തന്നെയാണ് വീട്. ഒന്ന് പറയാമോ ഇവിടുത്തെ നവരാത്രി വിശേഷങ്ങളൊക്കെ? നവരാത്രിക്ക് ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ നാമം ജപിക്കാറുണ്ട്. ലളിതാ സഹസ്രനാമം മുടങ്ങാതെ ജപിക്കാറുണ്ട്. അത് ഒരു 4-5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് കോവിഡ് കാലത്ത് മുടങ്ങിപ്പോയിരുന്നു. എന്നിരുന്നാലും ചെയ്തു വരുന്നത്. ഇന്നത്തെ ദിവസം ഞങ്ങളിപ്പോ കഴിഞ്ഞ ഭാഗമാണ്. അതെ, ഇപ്പൊ കഴിഞ്ഞപ്പോഴാണ് എത്തിച്ചേർന്നത്. എല്ലാവരും ഒന്ന് പരിചയപ്പെടാവോ? പേര് പറയാവോ? രാജി. എല്ലാരും എരുമേലിയാ അല്ലേ? അപ്പൊ ഒരുപാട് സന്തോഷം കേട്ടോ. ഒരാളെ കൂടെ പരിചയപ്പെടാം. പേര് പറയാവോ? മുരളി. സ്ഥലം ഇവിടെ തന്നെ അമ്പലത്തിന്റെ പറയിൽ തന്നെ. എരുമേലിയെ കുറിച്ച് 2 വാക്ക് പറയാവോ? ഭഗവാന്റെ സന്നിധാനമല്ലേ എരുമേലി? അയ്യപ്പന്റെ ദീപാരാധന നടക്കുവാണ്. അയ്യപ്പന്റെ സന്നിധാനത്ത് ഇപ്പൊ ദീപാരാധന നടന്നുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ എല്ലാ കടാക്ഷങ്ങളും എരുമേലിക്കുണ്ട്. ബാബുസ്വാമി ആണെങ്കിലും ഭഗവാന്റെ ആണെങ്കിലും എല്ലാ അനുഗ്രഹവും നമ്മുടെ പ്രദേശത്തുണ്ട്. ഇതാണ് പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. നേരെ എതിർവശത്ത് കാണുന്നതാണ് വാവൂര് മസ്ജിദ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ വാവൂര് മസ്ജിദ്? കണ്ടോ? ഇതാണ് വാവൂര് മസ്ജിദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എരുമേലിയിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കണ്ടോ? എരുമേലി ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇതാണ് വാവൂര് മസ്ജിദ്. പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ അമ്പലത്തിനകത്തോട്ടാണ് ഈ പോകുന്നത്. കണ്ടേ? ഇവിടെയാണ്. ഇതുണ്ട്. ഇവിടെയാണ് ആൾക്കാർ വന്ന് രസീതും കാര്യങ്ങളൊക്കെ എടുക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചമ്പലത്തിന്റെ മുമ്പിലാണ്. എരുമേലി കൊച്ചമ്പലത്തിന്റെ മുമ്പിൽ. ഇവിടെ 2 ചേട്ടന്മാരുണ്ട്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്ന് പറഞ്ഞു? ജയൻ. ജയൻ. ഈ എരുമേലിക്കാരൻ തന്നെയാണ്? നമ്മൾ ജനിച്ചു വളർന്നതാണ്. ഇവിടെ എന്തെങ്കിലും നമ്മുടെ സഹോദരന്റെ കടയാണ്. അപ്പൊ നിങ്ങൾ വെറുതെ ഒന്നും കുശലാന്വേഷണമായിട്ട് നിന്നല്ലേ? എരുമേലിയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു കേൾക്കട്ടെ. എരുമേലി എന്ന് പറയുന്നത് മതസൗഹാർദ്ദങ്ങളുടെ നാടാണ്. നല്ലൊരു നാടാണ്. അതാ ബാബുസ്വാമിയും അയ്യപ്പസ്വാമിയും എല്ലാവരുമായിട്ട് നല്ല സഹകരണത്തോടെ മുന്നോട്ട് പോകുന്നത്. കേരളം മൊത്തം അറിയപ്പെടുന്ന, ഇന്ത്യ മൊത്തം അറിയപ്പെടുന്നതാണ് എരുമേലി. നമുക്കിവിടെ ഒരു അമ്പലത്തിൽ തൊഴാൻ വന്നൊരു ചേച്ചി നമുക്ക് പരിചയപ്പെടാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരൊന്ന് പറയാമോ? എന്റെ പേര് രമണി. എവിടെ താമസിക്കുന്നത്? എരുമേലി തന്നെ. എരുമേലി തന്നെയാണ്. അമ്പലത്തിൽ തൊഴിൽ കഴിച്ച് പോവാ അല്ലേ? എന്നും വരുമോ അതോ ശനിയാഴ്ചയില്ലേ? ശനിയാഴ്ച ദിവസം വന്ന് തൊഴുതിട്ട് പോലെ? ഭഗവാന്റെ അവതാരം പൂർത്തിയാക്കിയ മണ്ണ ഇത്. തീർച്ചയായിട്ടും. അപ്പം എരുമേലിയെ കുറിച്ച് 2 വാക്ക് ഞങ്ങളോട് പറയാം. ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാമോ? പ്രേക്ഷകരോട് പറയാനാണെങ്കിൽ ഇത് ഭഗവാന്റെ അവതാരം പൂർത്തിയാക്കിയ മണ്ണാണെന്നും ഇതൊരു മതത്തിന്റെയോ ജാതിയുടെ പേരിലൊന്നും ഇവിടെ യാതൊരു വിഷയങ്ങളേ ഇല്ല. മതസൗഹാർദ്ദങ്ങളുടെ നാടാണ് എരുമേലി. അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. അയ്യപ്പസ്വാമിയും ബാബുസ്വാമിയും എല്ലാരും നമ്മൾ ഒരുപോലെ കാണുന്നു. അങ്ങനെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതാണ് കൊച്ചമ്പലത്തിന്റെ മതിൽക്കെട്ടാണ്. ഇതിലെയാണ് നമ്മൾ കയറി പോകുന്നത്. അതുപോലെ ഇവിടുന്ന് കയറി നമ്മൾ അപ്പുറത്തുകൂടെ അപ്പുറത്ത് നടവഴിയാണ് ഇറങ്ങി വരുന്നത്. പ്രേക്ഷകരെ, തലപ്പാറ മലയാണ് ആ കാണുന്നത്. കണ്ടോ? ഇവിടെയൊക്കെ അയ്യപ്പന്മാർ വന്നു കഴിഞ്ഞാൽ പ്രത്യേകം വന്ന് കാണുന്നൊരു സംഭവമാണ് തലപ്പാറ മല. കാര്യങ്ങൾ ഇവിടെയൊക്കെ അടുത്ത മാസം വൃശ്ചിക മാസമായി കഴിഞ്ഞാൽ ഇവിടെ ജനപ്രളയമാണ്. കണ്ടോ? ഇവിടെയൊക്കെ ജനങ്ങള് ക്യൂ നിന്ന് തൊഴുന്നൊരു സ്ഥലമാണ്. ഇതാണ് എരുമേലി കൊച്ചമ്പലം.
പ്രഷറെ ഇതുണ്ടോ, കൊച്ചമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് വാവരസ്വാമിയുടെ പള്ളിയാണ് ആ കാണുന്നത്. കണ്ടോ എത്ര നല്ല മനോഹരമായ ഒരു ഭംഗിയുള്ള കാഴ്ച അല്ലേ. നോക്കിയേ, അമ്പലവും പള്ളിയും എല്ലാം അടുത്തടുത്ത് മതസൗഹാർദ്ദത്തിന്റെ നാടാണ് നമ്മുടെ എരുമേലി. കേരളമല്ല, ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് എരുമേലി എന്നാണ് ഇവിടുത്തെ നാട്ടുകാരും നമുക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എരുമേലിയിലെ നാടും നാട്ടുകാരും വിശേഷങ്ങൾ ഇവിടെ തീർന്നിരിക്കുന്നു. അടുത്ത പുതിയ നാടും നാട്ടുവിശേഷവുമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ഇന്നുവരെ ബൈ. ശോചനീയാവസ്ഥയാണ്, ഭയങ്കര സീസൺ ആകുവാണ്. കണ്ടില്ലേ വനം പോലെ കിടക്കുന്നു. പക്ഷെ എരുമേലിയിൽ വന്നാൽ മൂക്ക് കുത്തണം, മൂക്ക് പിടിക്കണം. ആരും ഇഷ്ടപ്പെടാത്ത പണം, ആരും ഇഷ്ടപ്പെടാത്ത പണം. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളാണ് ഇവിടെ മുഴുവനും.